ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രീ ഫയറിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അക്കൗണ്ട് ഒരു ഡേ മുന്നെയാണ് തുടങ്ങിയത്. ആദ്യത്തെ ബണ്ടിലൊക്കെ നമ്മൾ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ഇന്ന് ഫസ്റ്റത്തെ ബാറ്റിൽ റോയലും ഫസ്റ്റത്തെ ക്ലാഷ് കോഡും ഫസ്റ്റത്തെ ലോങ് വോൾഫും കളിക്കാം. ബോട്ടുകളൊക്കെ അടിച്ചിടാം. എപ്പോഴും എന്തോ ഒരു കിട്ടി, ഈ സ്കിന്നും കൂടി കിട്ടിയായിരുന്നു ഗൈസ്. നമുക്ക് ഫസ്റ്റ് ബാറ്റിൽ റോയൽ കളിക്കാം. നമ്മൾ ആദ്യം ഫ്രീ ആയിട്ട് കിട്ടിയ ബണ്ടിൽ തന്നെ എടുക്കാം. ആദ്യത്തെ ബാറ്റിൽ റോയൽ. ഓക്കെ ഗൈസ്, Free Fire India is set. ഓക്കെ, സ്ലോവിയിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം ബോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഒറിജിനൽ പ്ലെയർ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായിരിക്കും Battle Royale. നമുക്ക് കിട്ടിയത്. നമുക്ക് എവിടെ ഇറങ്ങും? പീക്കിലേക്ക് തന്നെ എത്തില്ല. ഫസ്റ്റത്തെ അല്ലേ? ഓക്കെ, പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഈ കുളത്തിൻ്റെ വേണ്ട അവിടേക്ക് ഇറങ്ങാം. ഈ കുളത്തിൻ്റെ ഈ ഒരു ഏരിയയായിട്ട് ഇറങ്ങാം. ഇവിടെ നിന്ന് എനിമി മാപ്പിൽ സ്കാനറിലൊന്നും കാണിക്കുന്നില്ലല്ലോ ഗൈസ്. നമ്മൾ ഇറങ്ങിയ സ്ഥലം മൂഞ്ചി പോയോ ഗൈസ്? ഇവിടെ ഇങ്ങനെ വന്ന ഒരു യൂസ് നിങ്ങൾ കാണാം. ഇതൊരു സീക്രട്ട് ട്രിക്കാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇവിടെ ഇങ്ങനെ പോയ ചുമരിലൊരു യൂസ് കാണും. ഇപ്പുറത്ത് പോയി നോക്കിയാൽ ഒന്നും സാധനം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ ട്രിക്ക് പരമാവധി യൂസ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഒരു കിണ്ടിയും ഇല്ല ഗൈസ്. ഇപ്പോൾ ഒരു AK-യും AC-80യും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലൂട്ട് അത്യാവശ്യത്തിനൊക്കെ ഉള്ള ഉണ്ട്. ഇനി തീരെ ഇല്ല. ആ ബോട്ടാണോ? ഇവിടെ ഇഷ്ടം പോയായിരുന്നല്ലോ ഗൈസ്. അങ്ങനെ അടിച്ചൊരു അടിയേ. ഏത് ബോട്ടോ ഇവനൊക്കെ? നമ്മളങ്ങനെ MB ബോട്ടി ആക്കിയിട്ടുണ്ട് നമ്മുടെ AK മാറ്റിയിട്ട്. ഓക്കെ ഗൈസ്, ഇവരുടെ രണ്ടുപേരുടെ ലൂട്ടും മുക്കി. നമ്മൾ അങ്ങനെ ഒരു 2 കില്ലും എടുത്തുകൊണ്ട് പീക്കിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. എങ്ങോട്ട് പോകും? നമുക്ക് മില്ലി പോയാലും അവിടെ കുറച്ച് സോണൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ മില്ലിലേക്ക് ഓടുകയാണ് ഗൈസ്. പോകുന്ന വഴിക്കല്ല എനിമീനെ കിട്ടുകയാണെങ്കിൽ സുഖമായി. നമുക്ക് അത്ര ലൂട്ടൊന്നും കിട്ടിയില്ല, എന്നാലും നമ്മൾ ബോട്ടൊക്കെ ലൈക്ക് കിട്ടുമല്ലോ ഗൈസ്. നമുക്ക് ഈ സിപ്പ് ലൈൻ പിടിച്ച് കയറി പോയാലോ? സിപ്പ് ലൈനിലൂടെ കയറി പോവാം. അത്ര സേഫ് സിപ്പ് ലൈൻ അല്ല അത്. ഒന്ന് ക്യാൻസൽ കൊടുത്താൽ പിന്നെ ചത്തു. അതാ അങ്ങനെ നമ്മളിത് പീക്ക് വിടുന്നു ഗൈസ്. ഇവിടെ മില്ലിലാണ് ലാസ്റ്റ് സോൺ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാപ്പിൻ്റെ സൈഡിലുള്ളൊരു സ്ഥലത്ത് കൊണ്ടായി ലാസ്റ്റ് സോൺ വെച്ചേക്കുന്നത്. ഇപ്പോൾ ചത്താന ഡെഡ് എൻഡ്. ഒരു എനിമി ഈ മാപ്പിൽ ഒരു എനിമീനെ കാണിക്കുന്നുണ്ട്. ആ വെൻഡിങ് മെഷീൻ്റെ അവിടെയാണ് എന്നാണ്. നിങ്ങൾ ആ ഓട്ടോ കൂടെ കണ്ടായിരുന്നോ ഗൈസ്? ദോ
സദാ ലോറിൻ്റെ കവർ പിടിച്ചിരിക്കുകയാണ് എനിമി. നമുക്ക് കയറി ഒന്ന് നോക്കാം. അയ്യോ ദേ ഇങ്ങോട്ട് വരുന്നു ഗൈസ്. അല്ല മേലേക്ക് പോണു എനിമി. ഇതെന്താ മേലേക്ക് പോയി കാണുന്നില്ലല്ലോ. Quadra takedown. അത് അങ്ങോട്ട് ഓടാൻ തോന്നുന്നു സിപ്ലൈൻ്റെ ആ ഏരിയയിലേക്ക്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനാന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ഓടുന്ന വഴിക്ക് ഒരു അടി അടിച്ച് ചത്തിട്ടുണ്ട്. ഓക്കെ നമുക്കിനി മില്ലിലേക്ക് ഇറങ്ങാം. നമ്മുടെ കയ്യിൽ കോയിൻ ഉണ്ട്. നമുക്ക് ഒരു ബാഗ് വാങ്ങണം. ഇതെന്താ വിളിച്ചപ്പോൾ എനിക്കാണ്. ഫസ്റ്റ് ബാഗ് ഇതിനകത്ത് ഹിറ്റ് ലിസ്റ്റ് ഇല്ലേ? ഓ ഹിറ്റ് ലിസ്റ്റ് ഇല്ല. നമുക്ക് പോർട്ടൽ ഗോ ഒരു ആർസനൽ കീ വാങ്ങിയിട്ടുണ്ട്. പോവാം. ആർസനൽ എവിടെയാ? അടുത്ത ആർസനൽ ഇല്ല ഗൈസ്. ഇവിടെയാണ് ഒരു ആർസനൽ ഉള്ളത്. നമുക്ക് ആ ആർസനലിലേക്ക് പോവാം. ഇതാ കാണുന്നതാണ് നമ്മുടെ ആർസനൽ. പോകുന്ന വഴിക്ക് 2 കോയിൻ ഉണ്ട്. നമുക്ക് അതും കൂടി എന്തേത് എത്ര പേരാ? 866 ഗൈസ്. എന്ത് ഹാക്ക് സാധനമാണിത്? 866 എന്നാലും ആർസനൽ ഉറക്കാനാന്ന് പറഞ്ഞ 2 എനിമീനെ കണ്ടു. യെസ് Penta takedown. Unstoppable. എളുപ്പമല്ലേ. വേറെ ഒരു സാധനം. Rampage. നമുക്കങ്ങനെ 7 കില്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആർസനൽ പോയി തുറക്കട്ടെ, അല്ലെങ്കിൽ ഒന്നിനും കിട്ടത്തില്ല. ആർസനൽ ജസ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കിയേക്കാം. എനിമിയല്ലേ മഴ പോലെ കയറി വരും. പിന്നെ ഗൈസ് ട്രിക്ക് നമ്പർ 2, ആർസനലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബോട്ട് ഇങ്ങനെ ആർസനലിൻ്റെ വാതിലിൽ നിൽക്കണ്ടാവും. അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോളാം. M14 നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ ഒരു ബോട്ടും ഇല്ല. നമുക്ക് നല്ല കണ്ണ് പ്ലാസ്മ എല്ലാം കിട്ടുകയാണെങ്കിൽ പൊളിക്കും. നമുക്ക് പ്ലാസ്മ എക്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അറിയാതൊരു ബ്ലൂവാളും പോയിട്ടുണ്ട്. വേണ്ട ബോട്ടൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ഒരു M41 ഷോർട്ട് റേഞ്ചിനല്ലേ കണ്ണുണ്ടോ? അത് ഞാൻ നോക്കിയില്ല ഗൈസ്. അപ്പോഴത്തേക്കും ഇവിടെ ഒരു ബ്ലൂവാളുണ്ടെന്നു. കണ്ടാരാണെങ്കിൽ പൊട്ടൊന്നുമില്ല. ഷോർട്ട് റേഞ്ചിന് ഗണ്ണില്ല ഗൈസ്. M10 ഉണ്ട്, അതെടുക്കാം. നമ്മളങ്ങനെ ഷോർട്ട് റേഞ്ചിന് M10 എടുത്തിട്ടുണ്ട് ഗൈസ്. M10 ഉണ്ടയില്ല അല്ല ഇപ്പോൾ കിട്ടി ഗൈസ്. നമുക്കിനി തിരിച്ച് വീക്കിലൊക്കെ തന്നെ പോവാം. എനിമിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഇവിടെ ഒരു എയർ ഡ്രോപ്പ് ഉണ്ട്. നമ്മൾ എയർ ഡ്രോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു ഗൺ സൗണ്ട്. നമുക്ക് അതിൽ നിന്നെന്തോ കിട്ടിയിട്ടുണ്ട്. ലോഞ്ച് പാഡ് ഗൈസ്. പീക്ക് കൂടിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വെറുതെ ഒന്ന് നോക്കാം.
അങ്ങനെ പീക്കിൻ്റെ മണ്ടയ്ക്കോട്ട് ചാടി വലിഞ്ഞ് കയറി. ഇനി നമുക്ക് എനിമികളെ ഇവിടെ അവിടെ ഒരു എനിമി നന്നായിട്ട്. അയ്യോ ഗൈസ്, ഇവിടെ അടുത്ത് നല്ല പക്ക ക്യാമ്പിംഗ് ആയിരുന്നു. എന്തോ വേറൊരു എനിമിൻ്റെ സൗണ്ട് കേട്ടതുപോലെ. ഫൈനൽ ഫൈറ്റ് 10 ലൈവ്. എൻ്റെ മോനെ, ഫൈനൽ ഫൈറ്റ് ആയിട്ടുണ്ട്. സൂക്ഷിച്ച് കളിച്ചാൽ ബൂയ. ആകെ ഇതിനകത്ത് 1-2 ഒറിജിനൽ പ്ലെയറൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. വേറെ കില്ല് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 10 കില്ല്. നമുക്ക് നോക്കാം, ഒരു 12 കില്ലത്ത് പോയതേ അവിടെ ഒരു മാപ്പിൽ കാണിക്കുന്നുണ്ട്. 12 കില്ലത്ത് പോയ കിട്ടുമോ നോക്കാം ഗൈസ്. ഇനി 2 കില്ലും കൂടി കിട്ടിയാൽ കുഴപ്പമില്ല. ഇവിടെ ഒരു എനിമിയിൽ ഓടണ്ടായിരുന്നു. ഇപ്പം മരം ഇവിടെ ഉള്ളതുകൊണ്ട് എനിമീനെ കാണുന്നില്ല. നമുക്ക് കുത്തിപ്പിടിച്ച് അതാ എനിമീൻ്റെ ശവമാണോ വൈസ്? ഇല്ല, ഓക്കെ. ആ എനിമി മിക്കവാറും എയർ ഡ്രോപ്പിൽ കിട്ടാൻ വരും. ഇല്ല, അത് ലൂട്ടിയോ അവൻ കള്ളൻ. ഫുള്ള് ഗ്രനേഡ് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് എത്തൂല ഗൈസ്. എന്നാലും അവൻ എവിടെ? അവനവിടെ ഓടിയോ ഗൈസ്? നമുക്ക് അറിയത്തില്ല. നമ്മളങ്ങനെ ഈ സൈഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങണോ ഗൈസ്? വയറ് താഴേന്നാണെന്ന് തോന്നുന്നത്. അതോ കല്ലിൻ്റെ പുറകിനാ? ആ നല്ല പവറോട് കൂടിയാണ് വരുന്നത്. അവിടെ 2 ഫയർ ഗൈസ്. പിടിച്ച് കൊല്ലാൻ നോക്കണ്ട. 5 ലൈവ് ആയിട്ടുണ്ട്. ഇതെന്താ ഗൈസ്, നമ്മുടെ എയിമിൻ്റെ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നത്. ഈ പ്ലാസ്മ ചെറുത് നല്ല വലിഞ്ഞു ഓടുന്നുണ്ട്. അവനൊക്കെ ഒറിജിനൽ ആയിരിക്കും ഗൈസ്. നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചങ്ങ് ചാടുകയാണ്. നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങി ഒരു മെഡിക്കറ്റ് അടിച്ചപ്പോൾ പിന്നെ വേറൊരു അതിപ്പോ എവിടുന്ന നമ്മൾ ഈസി പോയി അടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാഷ് കോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് കോഡ് എന്തൊക്കെയൊക്കെയോ കിട്ടി. ലെവൽ അപ്പ് 2 ആയി കഴിച്ച് നമ്മുടെ ലെവല്. ഒരു ബാഗും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബാഗ് എക്വിപ്പ് ചെയ്ത് അടുത്ത ക്ലാഷ് കോഡ്. അയ്യോ, നമ്മൾ ക്ലാഷ് കോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയോ നമ്മൾ വില കൂടെ ഇട്ടിട്ടുണ്ട്. എടുത്ത് നമുക്ക് ഏസ് അടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പുറത്ത് ഗൈസ് 2 ബ്രോക്കറുണ്ടല്ലോ. നമ്മൾ നല്ല കളിക്കണം ഗൈസ്. റേസ് കിട്ടണം.
Help me! നല്ല I അടിയിട്ടുണ്ട്. need glue wall. First two. കിട്ടുന്നുണ്ടെങ്കിൽ താഴേക്കും ചാടി. നല്ലൊരു മെഡടിക്കണം. ഓക്കെ 1v4 ഗൈസ്. ഈ കളിയും തോറ്റുണ്ട്. സന്തോഷം. Double takedown. 1v4 സിറ്റുവേഷൻ ഗൈസ്. നമ്മൾ അത്ര വലിയ പ്രോയും അല്ല. എല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് ഒന്ന് കുത്തിപ്പിടിച്ച് നമുക്ക് അടുത്ത റൗണ്ട് പിടിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ രണ്ടാം സ്ഥാനത്തിട്ടുണ്ട്. 155 ഡാമേജ്. നമുക്ക് ഫമാസ് ഇട്ട് കുത്തിപ്പിടിക്കാം. നമ്മളിപ്പോൾ ജയിക്കേണ്ട സന്തോഷത്തിൽ നമ്മളായിരിക്കും പ്രോ എന്ന് പറഞ്ഞു. അവന്മാരിപ്പോൾ ജയിച്ചതിന് അവരാണ് പോകുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് കയറിച്ചെന്ന് കുത്തി പിടിച്ചു കൊള്ളാം. അവരുടെ ടീമിലെല്ലാം പ്രോക്കളാണെന്ന് തോന്നുന്നില്ല. ഒരു ബോട്ട് എൻ്റെ അമ്മ എജാതി അടി അതടിച്ച്. Thanks. I need glue wall. Help me! അവിടെ ആ ഗുഡ് ജോബ്. Thanks. ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചാവുകയാണ്. മറ്റേ ആര് ടീമിൻ്റെ 1v4 കാണാം. നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. കയറി ചെന്ന് അങ്ങ് ചത്തുകൂടും. ഗണ്ണ് തീരെ ഇല്ല ഗൈസ്. അടുത്ത കളിയിലുള്ള ഗണ്ണിട്ടൊന്ന് പ്രതീക്ഷിച്ച് ഒന്ന് കയറി ചെന്ന് ചാവുകയും. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുത്തിപ്പിടിക്കാൻ തീരുന്നതിൻ്റെ തന്നെ അടുത്ത് 2 മഷ്റൂമും ഒരു ബ്ലൂ വാളും ഒരു ഹെൽമെറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് അടുത്ത നേരെ കുറച്ച് കയറ്റാം ഗൈസ്. ടയർ വഴി നമുക്ക് നേരെ 2ാം നിലയിലേക്ക് ചാടാം. നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ എയർ ഡ്രോപ്പ് പിടിക്കുന്നുണ്ട്. നമുക്കിന്ന് 2nd ഫ്ലോറിൽ കയറി കാത്തു നിൽക്കാം. ഈ സിനിമ വരുന്നേരെ അവിടെ അങ്ങ് കാത്തു നിൽക്കാം. ആരെങ്കിലും കയറി വരുമല്ലോ വൈസ്. നമ്മുടെ ടീമേറ്റ്സ് ചാവുന്നു. ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. First two. പേടിച്ചാൽ പോയി. അതേപോലെ നമ്മുടെ പ്ലാൻ വഴി കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ട്. ഈ 1v2 ഗൈസ്. 1v2 സിറ്റുവേഷൻ. നമ്മൾ തന്നെ ജയിക്കണം ഗൈസ്. എന്താ മറ്റേ സൈഡിൽ വരുന്നുണ്ട്. മറ്റേ സൈഡിലാണ് അവനല്ല അവൾ. കുണിങ്ങുണിങ്ങി താഴേക്ക് പോയോ ഗൈസ്. കയറി തന്നെ ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. അയ്യോ, നമുക്ക് 2 കില്ലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ്സൊന്നും ഒരു കില്ല് പോലും ഇല്ല. എല്ലാ എണ്ണങ്ങളും ദരിദ്രം. കുത്തിപ്പിടിക്കാൻ വേറൊരു സാധനം കിട്ടി. ഡ്രാഗൺ ഫ്രീസ് നല്ല സാധനമായിരുന്നു. പ്രതീക്ഷിച്ച് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ കയറി എജാതി
നമ്മളിവിടെ ഒന്ന് നല്ല ഹീലാണ്. നമുക്ക് മേലെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും പറഞ്ഞുകൊണ്ട് താഴേക്ക് ചാടി. താഴാണെങ്കിൽ അതിലും വലിയ ഫൈറ്റ്. എങ്ങനെയെങ്കിലാണ് ഫിനിഷ് ആണെങ്കിൽ ഒന്ന് പിടിച്ച് ഫിനിഷ് ചെയ്ത് പോയി. ഇപ്പോൾ നമ്മൾ ചാവും. ഒന്നേ അവൻ്റെ മെഡിക്കല് പുറകിൽ നിന്ന് ഒന്ന് കുത്തിപ്പിടിച്ച്. നല്ല സാരല്ല, നമുക്ക് 3 കില്ലുണ്ട്. ഗൈസ് ഇപ്പോൾ തട്ടാൻ സെസ് എന്ന് പറഞ്ഞാൽ അവനല്ലേ ഗൈസ്, അത് ഒറിജിനൽ നല്ലൊരു പ്ലെയറാന്ന് തോന്നുന്നത്. ഇവൻ നന്നായി കളിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ ഗൈസ് ഒരു മണ്ടത്തരം കാണിച്ചു പോയി. ലാസ്റ്റ് റൗണ്ടാണ് അവരുടെ. എങ്ങനെയെങ്കിലും പിടിക്കണം മക്കളെ. നമുക്ക് പുറകിൽ കൂടെ വലിയാം ഗൈസ്. പിന്നെ ഐസിൻ്റെ ചുറ്റി പുറകിൽ കൂടെ അങ്ങ് വലിഞ്ഞു പോവാ. അപ്പോഴത്തേക്കും നമ്മുടെ ടീമിൻ്റെ കാര്യം അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കളി തോറ്റിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കൂടെ തന്നെ നമ്മൾ തോറ്റു എന്നാണ് തോന്നുന്നത്. ദരിദ്രം ഗൈസ്, ഫസ്റ്റ് ക്ലാസ് കൂടെ തന്നെ തോക്കാന്നൊക്കെ പറയണേ ഒരു കഷ്ടം പിടിച്ച കാലത്താണ്. നല്ല സാരല്ല ഗൈസ്, നമുക്കിനി ഫസ്റ്റ് ലോൺ വോൾഫ് തുടങ്ങാം. അടുത്ത് ഫസ്റ്റ് ക്ലാസ് കൂടെ തന്നെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. വീണ്ടും ലെവൽ ഗൈസ്. നമ്മൾ ഒരു കളി കളിക്കുമ്പോൾ കലോക്കിനെ കിട്ടി ഗൈസ്. എന്താണ് ഗൈസ്, പണ്ടത്തെ പ്രിയപ്പെട്ട ക്യാരക്ടറായ അലോക്കിനെ ലെവന്മാർ, എനിക്കറിയാൻ ചങ്ങായി, ഫസ്റ്റത്തെ പ്രിയപ്പെട്ട ക്യാരക്ടറായ അലോക്കിനെ അമ്മമാർ ഗൈസ് 3rd ലെവലിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഗൈസ്. അലോക്കിൻ്റെ ഒക്കെ പവർ അങ്ങ് ഇല്ലാതായിപ്പോയി. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഒരു അവതാരം നന്നായി കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡ് റോയൽ ടോക്കണും കിട്ടിയിട്ടുണ്ട്. ഒരു പാൻറ്റും പിന്നെ മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്. അതും ഡൗൺലോഡ് ചെയ്ത് നമുക്കിനി അധികം കഴിക്കാതെ ലോൺ വോൾഫ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ലോൺ വോൾഫ് റിസൾട്ടുണ്ട്. നെക്സ്റ്റ് ലോൺ വോൾഫ്. അയ്യോ ഗൈസ്, അതും നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മളങ്ങനെ ഫസ്റ്റ് ലോൺ വോൾഫും കളിച്ച് മൂഞ്ചാൻ പോവുകയാണ്. ആദ്യം ഒക്കെ വലിയ സീനാണെന്ന് തോന്നുന്നു പ്ലെയറെ കണ്ടിട്ട്. അവതാറും ബാനറൊക്കെ ഉണ്ട്. അവന് ഗിൽഡിലുണ്ട് OP ഡെവിൾ എന്ന് പറഞ്ഞ ഗിൽഡിലൊക്കെ ഉള്ളവനാണ്. നമ്മളെ മൂഞ്ചി നല്ലൊരു പ്ലെയർ തന്നെയാണ് വന്നത്. വൺ ടാപ്പ് അടിക്കാൻ നമ്മൾ അടിച്ച് കയറ്റാൻ ഡെസേർട്ട് ഈഗിളും കൊണ്ട്. ഈ ഡെസേർട്ട് ഈഗിളാണെങ്കിൽ പണ്ട് പോലെ യൂസ് ചെയ്യാൻ അറിയത്തില്ല. പിടിക്കാനാണ് കൊടുത്തത്. നമ്മൾ കുത്തി പിടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. വൺ ടാപ്പ് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ കൂടി ചെയ്ത് നോക്കാം. നമുക്കൊരു ലൈക്കും തന്നിട്ടുണ്ട്. ഓക്കെ, അടിച്ച് പിന്നെ ഐസും സൈഡിൽ കൂടെ കയറി വരാം. ചത്ത് നമ്മൾ
സെർട്ടിക്കിൾ വെച്ച് കുത്തിപ്പിടിക്കുന്ന ഒരു ഗണ്ണ്. നമുക്കിഷ്ടമുള്ള കണ്ണെടുക്കാം. ഏറ്റവും നല്ലത് കത്തി എടുത്തുകൊണ്ടങ്ങ് പോയി ചാവാം ഗൈസ്. കത്തി വേണ്ട ഗൈസ്. കുത്തിപ്പിടിക്കാൻ അറിയുന്ന ഒരു പെണ്ണവൾ കുത്തി പിടിച്ചില്ലും. ഓക്കെ, നമ്മൾ മാക്ടണ്ണും പിന്നെ മറ്റേ ഒരു ചെറിയൊരു കണ്ണും എടുത്തിട്ടുണ്ട്. ഓ, വലിയ കളിക്കാനൊന്നും അറിയില്ലല്ലോ പെണ്ണിന്. ഗൈസ് എന്നാ അവൾ ചാവാത്തെന്ന് എനിക്കൊരു നമ്മളങ്ങനെ വീണ്ടും ഒരു കുത്തിപ്പിടിക്കില്ല ഗൈസ്. ഫസ്റ്റ് നമ്മൾ ജയിക്കണം എന്നൊരു പ്രതീക്ഷയോടെ പോവുകയാണ് ഗൈസ്. നമ്മൾ അവള പെട്ടീൻ്റെ കവർ പിടിച്ചിട്ടുണ്ട്. നമ്മൾ നൈസിന് പുറകെ കൂടെ നല്ലോണം ഡാമേജ് ചെയ്തു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് പിടിച്ചു. നമുക്ക് അവളുടെ ഏത് കണ്ണെടുക്കണേ നോക്കാം. ഓ, M2 M10 M2 M10 ആണ്. നമുക്ക് M10 വെച്ച് കുത്തിപ്പിടിക്കാം. ആ പെണ്ണിൻ്റെ സ്വഭാവം അറിയത്തില്ല. നമ്മൾ M2 എടുത്തു പോകുമ്പോൾ അവൾ M10 വെച്ച് കുത്തി പിടിച്ചല്ലോ. അവിടെ ഒളിച്ചിരിക്കണുണ്ടോ? അവൾ M2 വെച്ച് അടിക്കാൻ നോക്കിയായിരുന്നു. നമ്മൾ കുത്തി പിടിച്ചോന്നു. നമുക്ക് M2 വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ലാസ്റ്റ് റൗണ്ടല്ലേ, വെറുതെ M2 വെച്ചൊന്ന് മുട്ടി നോക്കാം. ആ പെണ്ണിന് നന്നായി M2 അറിയാൻ തോന്നുന്നു. അയ്യേ, ബോട്ട് ഗൈസ്. ഈ M2 വെച്ച് ആ പെണ്ണിന് കളിക്കാറില്ലായിരുന്നു. നമ്മളങ്ങനെ ലോൺ വോൾഫിലും ബാറ്റർ റോയലും ജയിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാം. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് വെറും 100 ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ.